അപ്പോൾ ഇന്നൊരു വിളവെടുപ്പ് വീടിയാണ്. അപ്പോൾ ഞാൻ 3-4 മാസം മുമ്പ് കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിളവെടുക്കാനായിട്ട് പോവുകയാണ്. വിളവെടുക്കാനായിട്ട് പോകുമ്പോൾ എനിക്ക് കുറച്ച് കുറ്റബോധമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചി എപ്പോഴും പറയും അതിന് കുറച്ച് ചാണകപ്പൊടിയെങ്കിലും ഇട്ട് കൊടുക്കുക, ചാണകപ്പൊടിയെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നാളെ നീല എന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നട്ട് കൊടുക്കുമ്പോൾ നട്ട് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊരു വക സാധനം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് വിളവെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതാ ഇഞ്ചിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ആദ്യം കുറച്ചൊന്ന് ഞാൻ നിൽക്കണ ഭാഗമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇവിടെ ചേരസാറ് മുതൽ മുറുക്കൻ സാറ് വരെ ഇവിടെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ നട്ടിട്ടുണ്ട്. കണ്ടോ, ആ ഇഞ്ചിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഞ്ചി പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതിലെന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ അതവിടെ വിളവെടുക്കാൻ വന്നപ്പോൾ നമുക്ക് കുറച്ച് ആട്ടിൻകൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവരെ കണ്ടിട്ട് എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പിന്നെ ജന്തുക്കളെയും പേടിയുണ്ട്. എന്നാലും ഞാൻ അവർ കുറച്ച് അങ്ങോട്ട് നിന്നപ്പോൾ വേഗം വിളവെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിന്ന് കുറച്ച് ഇഞ്ചിയെ കിട്ടിയിട്ടുണ്ട്, ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കതൊക്കെ ബോണസാണ് കേട്ടോ. കാരണം നമ്മളിതിനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഒരു ചാണകപ്പൊടി പോലും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിതൊന്ന് കളിച്ച് നോക്കട്ടെ, അതിൽ എന്താവുന്നൊന്നും എനിക്കറിയില്ല. കാരണം ക്യാമറമാനും ഞാനാണ് വിളവെടുക്കണത്. ഞാനതുകൊണ്ട് ഇതിപ്പോൾ ക്യാമറ കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് കളിച്ച് നോക്കി. അപ്പോൾ കളിച്ച് നോക്കിയപ്പോൾ അതാ ഒരു കഷ്ണം ഒരു കൂട്ട ഇഞ്ചി കണ്ടപ്പോൾ തന്നെ ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ടു. കാരണം നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ആകെ 4 ഭാഗത്ത് നട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇഞ്ചിയൊക്കെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഒരു 1/2 കിലോത്തിലധികം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പി